വിമാനത്താവളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കൊച്ചി എയർപോർട്ടിൽ പ്രമുഖ വിമാന കമ്പനിയായ ഇൻഡിഗോയിൽ ജോലി നേടാൻ അവസരം. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രവൃത്തി പരിചയം ഇല്ലാത്ത ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ കഴിയുന്ന അവസരമാണിത്. യാത്രക്കാരുമായി നേരിട്ട് ഇടപെടുന്ന ജോലി മുതൽ എയർക്രാഫ്റ്റിൻ്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട ജോലികൾ വരെ ഈ ഹിയറിംഗ് ഡ്രൈവിൽ ഉൾപ്പെടുന്നുണ്ട്. അപേക്ഷ ഓൺലൈൻ വഴിയാണ്. എന്നാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് അറിയേണ്ട സെലക്ഷൻ പ്രോസസ്സ്, ഓൺലൈൻ അസസ്മെൻറ്റ്, ഇൻ്റർവ്യൂ, ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്നിവയെല്ലാം ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. പ്രത്യേകിച്ച് അവസാന ഭാഗത്ത് എങ്ങനെ അപേക്ഷിക്കണം, പിന്നീട് ലിങ്ക് എവിടെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ അവസരത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ നോക്കാം. കൊച്ചി എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോ വിവിധ എയർപോർട്ട് ഓപ്പറേഷൻസ് വിഭാഗങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണ്. നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഈ അവസരം ശ്രദ്ധിക്കാം. അതിലും പ്രധാനമായി ഫ്രഷർ ആണെങ്കിലും അപേക്ഷിക്കാം. അതായത് ഇതുവരെ എയർപോർട്ട് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ മാത്രം ഈ അവസരം നഷ്ടപ്പെടുത്തേണ്ടതില്ല. അതേസമയം ഇത് സാധാരണ ഓഫീസ് ജോബ് പോലെയല്ല. യാത്രക്കാരുമായി ഇടപെടൽ, എയർപോർട്ട് ഓപ്പറേഷൻസ്, സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ്, ഗ്രൗണ്ട് ഹാൻഡിലിംഗ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് ഉണ്ടാകുക. അതുകൊണ്ട് എയർപോർട്ട് എൻവയോൺമെൻറ്റിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ അവസരം പ്രത്യേകമായി പരിഗണിക്കാം. ജോലി എന്തൊക്കെയാണ്? ഇനി ഈ റിക്രൂട്ട്മെൻറ്റിൽ ഉൾപ്പെടുന്ന ജോലികളുടെ നാച്ചർ എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ടെർമിനൽ സർവീസ്. ടെർമിനൽ സർവീസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് യാത്രക്കാരുടെ ചെക്ക് ഇൻ, ബോർഡിംഗ്, ബാഗേജ് ഹാൻഡിലിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഉണ്ടാകും. യാത്രക്കാർക്കുണ്ടാകുന്ന സംശയങ്ങൾക്കും പരാതികൾക്കും പരിഹാരം കാണുന്നതിനും സഹായിക്കേണ്ടി വരും. അതുകൊണ്ട് ആളുകളുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് ഈ റോൾ അനുയോജ്യമായേക്കാം. അടുത്തത് സെക്യൂരിറ്റി വിഭാഗമാണ്. ഇവിടെ യാത്രക്കാരെയും ബാഗേജിനെയും പരിശോധിക്കുക, എയർപോർട്ടിലെ റിസ്ട്രിക്റ്റഡ് ഏരിയാസിൻ്റെ സുരക്ഷത ഉറപ്പാക്കുക തുടങ്ങിയ പ്രധാന ഉത്തരവാദിത്തങ്ങളാണ് ഉണ്ടാകുക. എയർപോർട്ട് സെക്യൂരിറ്റി എന്നത് വളരെ പ്രധാനപ്പെട്ട മേഖല ആയതിനാൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്വ ബോധവും ശ്രദ്ധയും ആവശ്യമാണ്. മൂന്നാമത്തേത് റാമ്പ് വിഭാഗം. റാമ്പ് ഓപ്പറേഷൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് എയർപോർട്ടിൻ്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. വിമാനത്തിൻ്റെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും എയർക്രാഫ്റ്റ് കൃത്യസമയത്ത് സർവീസ് ചെയ്യുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിലും ഈ വിഭാഗത്തിന് പങ്കുണ്ട്. അതായത് ഒരേ തരത്തിലുള്ള ജോലി മാത്രമല്ല, എയർപോർട്ടിൻ്റെ വിവിധ ഓപ്പറേഷൻസ് മേഖലകളിലേക്കാണ് അവസരങ്ങൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ നോക്കാം. ഈ റിക്രൂട്ട്മെൻറ്റിന് അടിസ്ഥാനമായി ആവശ്യപ്പെടുന്നത് ബിരുദമാണ്. UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏത് സ്ട്രീമിലെയും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് പ്രത്യേകമായി ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി വേണമെന്ന നിബന്ധന ഇവിടെ നൽകിയിട്ടില്ല. മറ്റൊരു പ്രധാന കാര്യം, ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും ഉള്ളവർക്കും അപേക്ഷിക്കാം. അതിനാൽ ഡിഗ്രി പൂർത്തിയാക്കി എയർപോർട്ട് ഇൻഡസ്ട്രിയിൽ ഒരു കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ശ്രദ്ധിക്കാം. എന്നാൽ ക്വാളിഫിക്കേഷൻ മാത്രം നോക്കിയാൽ പോരാ. റൊട്ടേഷണൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. എയർപോർട്ട് ഓപ്പറേഷൻസ് സാധാരണ ഓഫീസ് ടൈമിംഗ് മാത്രം അടിസ്ഥാനമാക്കി ഉള്ളതായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ പരിഗണിക്കുക. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇനി എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന നിബന്ധന, ശരീരത്തിൽ പുറത്തു കാണുന്ന രീതിയിലുള്ള ടാറ്റൂസ് പാടില്ല. അതിനാൽ ഈ കണ്ടീഷൻ കൂടി അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കണം. കൂടാതെ റൊട്ടേഷണൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട്
ഡിഗ്രി പ്ലസ് ഫ്രഷേഴ്സ് ആയാലും അപ്ലൈ ചെയ്യാം. പ്ലസ് ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യാനുള്ള തയ്യാറെടുപ്പ് പ്ലസ് റിക്രൂട്ട്മെൻറ്റ് കണ്ടീഷൻ പാലിക്കൽ, ഇവയെല്ലാം പ്രധാനമാണ്. ഇനി പലർക്കും ഏറ്റവും കൂടുതൽ സംശയമുണ്ടാകുന്ന ഭാഗത്തേക്ക് പോകാം. സെലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? സെലക്ഷൻ പ്രോസസ്സ് പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ആദ്യത്തെ ഘട്ടം രജിസ്ട്രേഷൻ ആൻഡ് സ്ക്രീനിങ്. അപേക്ഷ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ ആപ്ലിക്കേഷനിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ട സ്ക്രീനിങ് നടക്കുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ വിവരങ്ങൾ തെറ്റില്ലാതെ നൽകുന്നത് വളരെ പ്രധാനമാണ്. സ്ക്രീനിങ്ങിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അടുത്ത ഘട്ടമാണ് ഓൺലൈൻ അസസ്മെൻറ്റ്. ഇത് ഏകദേശം 25 മിനിറ്റ് ദൈർഘ്യമുള്ള ഓൺലൈൻ അസസ്മെൻ്റ് ആയിരിക്കും. ഇതിനായി ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC ഉപയോഗിക്കണമെന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ അസസ്മെൻറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന് നോക്കാം. ആദ്യം 10 മാത്തമാറ്റിക്സ് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിനു പുറമെ 2 സ്പീച്ച് അസസ്മെൻറ്റ് ക്വസ്റ്റ്യനും ഉണ്ടാകും. ഇവിടെ പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഓരോ സ്പീച്ച് ക്വസ്റ്റ്യനും കുറഞ്ഞത് 45 സെക്കൻഡ് ഓഡിയോ റെസ്പോൺസ് നൽകേണ്ടി വരും. അതായത് സംസാരിച്ച് ആൻസർ നൽകേണ്ട ഭാഗവും അസസ്മെൻറ്റിൽ ഉണ്ടാകും. ഇതിനു പുറമെ 2 റിട്ടേൺ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടായിരിക്കും. അതിനാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് അസസ്മെൻറ്റിനെ കുറിച്ച് അവസാനം ആലോചിക്കാതെ നേരത്തെ തന്നെ ബേസിക് മാത്തമാറ്റിക്സ്, കമ്മ്യൂണിക്കേഷൻ, സ്പീക്കിംഗ് കോൺഫിഡൻസ് എന്നിവ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഫൈനൽ സെലക്ഷനിലേക്കുള്ള മറ്റൊരു പ്രധാന ഘട്ടം. ആദ്യത്തെ 2 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കുന്ന കാൻഡിഡേറ്റിനെ കൊച്ചിയിൽ നടക്കുന്ന ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കും. ഇൻ്റർവ്യൂ ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്നാണ് നൽകിയിരിക്കുന്ന വിവരം. അതുകൊണ്ട് ഓൺലൈൻ അസസ്മെൻറ്റ് ക്ലിയർ ചെയ്താൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അവസാനിക്കുന്നില്ല. കൊച്ചിയിൽ നേരിട്ടുള്ള ഇൻ്റർവ്യൂ കൂടി ഉണ്ടാകും. അതിനാൽ ആപ്ലിക്കേഷൻ നൽകുന്നവർ പിന്നീട് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, ഡോക്യുമെൻറ്റ്സ്. സെലക്ഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് ആവശ്യപ്പെടാവുന്ന രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നതാണ് നല്ലത്. 10ാം ക്ലാസ്, +2 ക്ലാസ്സുകളിലെ ഒറിജിനൽ പാസ് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി മാർക്ക് ഷീറ്റ് എന്നിവ ആവശ്യമാണ്. കൂടാതെ അപ്ഡേറ്റ് ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവയും തയ്യാറാക്കി വെക്കണം. 2021 ശേഷം ഇഷ്യൂ ചെയ്ത പാസ്പോർട്ട് അല്ലെങ്കിൽ പാസ്പോർട്ടിന് അപേക്ഷിച്ചതിൻ്റെ രേഖ അല്ലെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എക്സ്പീരിയൻസ്ഡ് ഉള്ളവർ ആണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പേ സ്ലിപ്പ്, AEP സറണ്ടർ കോപ്പി എന്നിവയും ആവശ്യമായേക്കാം. അതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. ഇനി അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ റിക്രൂട്ട്മെൻറ്റിൽ പ്രധാനമായും ടെർമിനൽ സർവീസ്, സെക്യൂരിറ്റി, റാമ്പ് എന്നീ എയർപോർട്ട് ഓപ്പറേഷൻസ് റൂൾസ് ആണ് ഉൾപ്പെടുന്നത്. അടിസ്ഥാന യോഗ്യത UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയാണ്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിനും അപേക്ഷിക്കാം. ഓൺലൈൻ അസസ്മെൻറ്റിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ് കൊച്ചിയിൽ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ടാകും. അപേക്ഷ സമർപ്പിക്കുന്നതിനായി കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന പിൻ കമൻറ്റ് നോക്കുക. ആ ലിങ്ക് വഴി ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ പരിശോധിച്ച് അപ്ലൈ ചെയ്യാം. അപേക്ഷിക്കുന്നതിന് മുമ്പ് ക്വാളിഫിക്കേഷൻ, റിക്രൂട്ട്മെൻറ്റ് കണ്ടീഷൻ, ഡോക്യുമെൻറ്റ്സ് എന്നിവ ഒരിക്കൽ കൂടി പരിശോധിച്ച ശേഷം മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഈ ജോലിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ജോബ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.